ദൈവസന്നിധിയിൽ പാടാം പാടാം തിരുനാമം. ചേരാം ചേരാം ദൈവസന്നിധിയിൽ പാടാം പാടാം തിരുനാമം. ജാതി മതഭേദമില്ലാതെ നമുക്കൊത്തുചേർന്നു നിത്യമാനന്ദിക്കാം. ജാതി മതഭേദമില്ലാതെ നമുക്കൊത്തുചേർന്നു നിത്യമാനന്ദിക്കാം. ആനന്ദിക്കാം, നമുക്കാനന്ദിക്കാം, തിരുനാമ സങ്കീർത്തനം പാടി നിത്യം. ആനന്ദിക്കാം, നമുക്കാനന്ദിക്കാം, തിരുനാമ സങ്കീർത്തനം പാടി നിത്യം. ചേരാം ചേരാം ദൈവസന്നിധിയിൽ പാടാം പാടാം തിരുനാമം. നിയമം പാലിക്കണം ആത്മാക്കളെ, നാമം തുതിക്കണം ആത്മാക്കളെ. നിയമം പാലിക്കണം ആത്മാക്കളെ, നാമം സ്തുതിക്കണം ആത്മാക്കളെ. നിയമവും നാമവും പാലിക്കുവാൻ തീരുമാനിച്ചു നാം ജീവിക്കണം. നിയമവും നാമവും പാലിക്കുവാൻ തീരുമാനിച്ചു നാം ജീവിക്കണം. ചേരാം ചേരാം ദൈവസന്നിധിയിൽ പാടാം പാടാം തിരുനാമം. സത്യത്തിൽ നിന്നു നാം തെറ്റരുതേ, സത്യവിരുദ്ധം നാം ചെയ്യരുതേ. സത്യത്തിൽ നിന്നു നാം തെറ്റരുതേ, സത്യവിരുദ്ധം നാം ചെയ്യരുതേ. സത്യം പാലിച്ചങ്ങു ജീവിക്കുന്ന ആത്മാവിലീശ്വരൻ വാസമുണ്ട്. സത്യം പാലിച്ചങ്ങു ജീവിക്കുന്ന ആത്മാവിലീശ്വരൻ വാസമുണ്ട്. ചേരാം ചേരാം ദൈവസന്നിധിയിൽ പാടാം പാടാം തിരുനാമം. ജാതി മതഭേദമില്ലാതെ നമുക്കൊത്തുചേർന്നു നിത്യമാനന്ദിക്കാം. ജാതി മതഭേദമില്ലാതെ ആനന്ദതപോശക്തിയുടെ മഹാതൃക്കരങ്ങളാൽ ആദർശക്കൊടി വാനിലേക്ക് ഉയർത്തി, ശാന്തി പതാക വാനിലേക്ക് ഉയർത്തി, ഉന്നതമായ മഹാപൂരത്തിന് ആരംഭം കുറിക്കുകയാണ്. സർവർക്കും ഇത് ആനന്ദാനുഭവമായി വരട്ടെ. ലോകത്തിന് ശാന്തിക്കായി ഉതകട്ടെ. ശക്തി പ്രത്യക്ഷമായി നിലകൊള്ളട്ടെ.
ധർമാദികളിൽ കൂടി ആത്മലോകരക്ഷ ചെയ്യുവാൻ അവതാരമായി വന്ന ജഗത്പിതാവിൻ്റെ തിരുനാമത്തിൽ ഇതാ ജന്മനക്ഷത്ര മഹോത്സവത്തിന് ആദർശക്കൊടി ഉയർത്തിയിരിക്കുകയാണ്. എല്ലാ ഹൃദയങ്ങളിലും ശുഭാനന്ദാദർശ പതാക ഉയർന്നു പൊങ്ങി വിളങ്ങി പ്രശോഭിക്കുമാറാകട്ടെ. സർവലോകത്തിനും ഇത് ശാന്തിയായി ഭവിക്കുമാറാകട്ടെ. നടക്കേണ്ടുന്ന ഓരോ കർമ്മവും ഈ നിമിഷം മുതൽ ഇത് തിരിച്ച് ഈ മണ്ണിലേക്ക് ഇറക്കുന്ന സമയം വരെയും നടക്കേണ്ടുന്ന സർവകർമ്മങ്ങളും ജഗദീശ്വരനും ദൂതന്മാരും ദേവീദേവന്മാരും വിഷ്ണുദൂതന്മാരും സർവപ്രകൃതികളും തുണയായി നിന്ന് സർവ്വതമാനന്ദമായി ഭവിക്കുമാറാകട്ടെ. സർവ്വതമാനന്ദമായി ഭവിക്കുമാറാകട്ടെ. ഉടയവനാം ജഗദീശ്വരന്റെ കരുണയും കരുതലുമാകുന്നു. അഖിലാത്മാക്കൾ കറിവായി വാഴും പരമാത്മാവാം ഗുരുവരനെ
പൂരം പോലെ ഒരു പുണ്യദിനം, പൂരം പോലെ ഈരേഴു ലോകത്തിലില്ല സത്യം, പൂരം പോലെ ഒരു പുണ്യദിനം, ഈരേഴു ലോകത്തിലില്ല സത്യം. ദൈവസന്നിധാനം 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 ദൈവശക്തി വസിക്കുന്ന ദൈവസന്നിധാനം 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 ഓ ദൈവശക്തി വസിക്കുന്ന ദൈവസന്നിധാനം ഓ ദൈവസന്നിധാനം ദൈവസന്നിധാനം ദൈവശക്തി വസിക്കുന്ന ദൈവസന്നിധാനം ഈ ലോകത്തിൽ ജന്മമായി മർത്യലോകമെല്ലാം, ഈ ലോകത്തിൽ ഈ ലോകത്തിൽ ജന്മമായി മർത്യലോകമെല്ലാം, ഈ ലോകത്തിൽ വീണ്ടെടുത്തു രക്ഷിക്കുന്ന ദൈവസന്നിധാനം, ഈ ലോകത്തിൽ ജന്മമായി വീണ്ടെടുത്തു രക്ഷിക്കുന്ന ദൈവസന്നിധാനം, ദൈവസന്നിധാനം 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 ഓ ദൈവശക്തി വസിക്കുന്ന ദൈവസന്നിധാനം, ഉന്നതനാകുന്ന ദൈവം സമ്പൂർണ്ണ കലകളോടെ തിരുവവതാരമായി വന്ന് തന്റെ മർത്യലോകത്തെ വീണ്ടെടുത്ത് രക്ഷിക്കുവാൻ വേണ്ടി ഈ ലോകത്തിൽ കണ്ടെടുത്ത് നിലനിർത്തിയ ഉന്നതമായ സ്ഥാനമാണ് ഈ ആദർശ സന്നിധാനം. ഈ പ്രപഞ്ചത്തിൽ അനേകം സ്ഥലങ്ങളുണ്ട്. ഈ ഭൂമിയുടെ വിസ്തീർണം ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. കോടിക്കണക്കിന് കിലോമീറ്റർ വിസ്താരമുള്ള ഈ ഭൂമിയിൽ ഈ ലോകത്തിന്റെയും പരലോകത്തിന്റെയും ഉടമസ്ഥനാകുന്ന ദൈവം സമ്പൂർണ്ണ മോക്ഷത്തെ പ്രദാനം ചെയ്യുവാൻ വേണ്ടി തന്റെ അവതാര കർമ്മം നടത്തുവാൻ തീരുമാനം ചെയ്ത് അവതാരമായി വന്നപ്പോൾ തിരഞ്ഞെടുത്ത പുണ്യഭൂമിയാണ് ഈ ആദർശ സ്ഥാപനം നിൽക്കുന്ന ഭൂമി. ഇത് ഇവിടത്തേക്ക് മാത്രമായിട്ടല്ല, ഒരിക്കലുമല്ല. ഇത് സർവപ്രപഞ്ച പ്രകൃതികൾക്കും ഉന്നതമായ മോക്ഷത്തെ ദാനം ചെയ്യുവാൻ വേണ്ടിയാണ് ഈ സന്നിധാനം ഇവിടെ നിലനിർത്തിയിരിക്കുന്നത്. ഈ സന്നിധാനം നിലകൊള്ളുന്ന ഭൂമി, അതായത് 12.5 സെന്റ് ഭൂമി ഒരു ഭക്തൻ നേർച്ചയായി സമർപ്പിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു പിണക്കമുണ്ടായപ്പോൾ
ഇത് തിരികെ വേണമെന്ന് അറിയിക്കുകയും അതിനുവേണ്ടി ചില നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ ഭഗവാൻ അന്നത് തിരികെ കൊടുത്തില്ല. പല കാര്യങ്ങളും അദ്ദേഹം ഉന്നയിച്ചു, ആക്ഷേപിച്ചു, പരിഹസിച്ചു, പല വിധത്തിലുള്ള എതിർപ്പുകളും യുദ്ധങ്ങളും നടത്തി നോക്കി. എന്നിട്ടൊന്നും ഈ ഭൂമി വിട്ടുകൊടുത്തില്ല. എന്തുകൊണ്ട്? ഇത് ആ ആളിന്റെ വകയല്ല, ഇത് ശുഭാനന്ദ തപോശക്തിയുടെ വകയാണ്. അപ്രകാരം സർവശക്തി വീണ്ടെടുത്ത് തന്റെ ഹൃദയത്തിന്റെ വില കൊടുത്ത് നിലനിർത്തിയ പുണ്യഭൂമിയിലാണ് ഇതാ ആദർശ പതാക ഉയർത്തി 144ാമത് പൂരഞ്ജന്മ നക്ഷത്രം ആഘോഷിക്കുവാൻ പോകുന്നത്. പറക്കട്ടെ കൊടി പറക്കട്ടെ, ശുഭാനന്ദ കൊടി പറക്കട്ടെ, പറക്കട്ടെ കൊടി പറക്കട്ടെ, ശുഭാനന്ദ കൊടി പറക്കട്ടെ, സത്യവും ധർമ്മവും മുഖപൂര ശുഭാനന്ദ കൊടി പറക്കട്ടെ, സത്യവും ധർമ്മവും മുഖപൂര ശുഭാനന്ദ കൊടി പറക്കട്ടെ, സകല ലോകവും ആദർശത്തിന്റെ കൊടിക്കീഴിൽ തലകുനിക്കട്ടെ, സകല ലോകവും ആദർശത്തിന്റെ കൊടിക്കീഴിൽ തലകുനിക്കട്ടെ, തകരട്ടെ തകരട്ടെ ജാതിമത കോട്ട തകരട്ടെ, തകരട്ടെ തകരട്ടെ ജാതിമത കോട്ട തകരട്ടെ, വളരട്ടെ വളരട്ടെ ശുഭാനന്ദാദർശം വളരട്ടെ, വളരട്ടെ വളരട്ടെ ശുഭാനന്ദാദർശം വളരട്ടെ, തകരട്ടെ തകരട്ടെ ജാതിമത കോട്ട തകരട്ടെ, തകരട്ടെ തകരട്ടെ ജാതിമത കോട്ട തകരട്ടെ, ദൈവത്താൽ പൂർത്തീകരിച്ച് നിയോഗിച്ച് ഉന്നതമാക്കി തന്ന 4 യുഗവ്യവസ്ഥകൾ അതിലേക്ക് ചിത്രീകരിച്ചിരിക്കുന്ന ഉന്നതമായ ആദർശക്കൊടിയാണ് നമ്മൾ വാനിലേക്ക് ഉയർത്തിയത്. അത് തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. ഒരു തുണിയില നിറം കൊടുത്ത് മേളോട്ട് ഉയർത്തിയാൽ യുഗം പൂർത്തിയാകുമോ? ഒരിക്കലുമില്ല. യുഗവ്യവസ്ഥകൾ പൂർത്തീകരിക്കപ്പെടേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ്. ആ 6 ചക്രങ്ങളിലൂടെ ഉയർന്ന് സഹസ്രാരപത്മങ്ങളിൽ എത്തി ഓ നിർവികൽപ്പ സമാധി പ്രാപിച്ച് ഉന്നതനാകുന്ന ഗുരുരൂപത്തെ ആത്മാവിൽ കണ്ട് ആനന്ദിക്കുവാൻ തക്ക വിധം സർവശക്തി നിയോഗിച്ചിരിക്കുന്നു 7 പടികൾ. ആ അറിവ്, ആചാരം, വിശുദ്ധി, ആരാധന, ആശ്വാസം, ആനന്ദം, നാമസങ്കീർത്തനം, ആ അപ്രകാരം പടിപടിയോ ഉയർത്തപ്പെട്ട് അറിവിനെ സ്വീകരിക്കുന്ന ത്രേതായുഗവും ആചാരകർമ്മങ്ങളെ പൂർത്തീകരിക്കുന്ന ത്രേതായുഗവും ആ ഹൃദയവിശുദ്ധി പ്രാപിക്കുന്ന ദാപര്യവും കടന്ന് ഉന്നതമാകുന്ന അവസ്ഥകളിലൂടെ ആ പൂർത്തീകരണത്തിലേക്ക് 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 എത്തി ആശ്വാസവും ആനന്ദവും പകർന്നു നൽകുവാൻ തക്ക പ്രാപ്തിയുള്ളവരായി ഈശ്വരത്വം പ്രാപിച്ച് പരമാത്മരൂപത്തെ അകതാരിൽ കണ്ടുകൊണ്ട് ആരാധിക്കുവാനും ആനന്ദിക്കുവാനുള്ള പ്രാപ്തിയുള്ളവരായി നാമസങ്കീർത്തന രൂപമായി തീരുവാനാണ് ഈ ആദർശക്കൊടി നിങ്ങളെ പഠിപ്പിക്കുന്നത്. അത് നിങ്ങൾ മറന്നു പോകരുത്. ആ കൊടി പാറി പറക്കേണ്ടത് എവിടെയാണ്? ഓരോ ഹൃദയങ്ങളിലുമാണ്. ആ നമ്മൾ മനുഷ്യ ശരീരത്തെ പരിശോധിച്ചാൽ അല്ലെങ്കിൽ അതിനെ പഠിച്ചാൽ
മനസ്സിലാകും നമ്മൾ കൂടി പ്രധാനമായി രണ്ട് ഞരമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. മനസ്സിലാകും നമ്മളിൽ കൂടി പ്രധാനമായി രണ്ട് ഞരമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട നട്ടെല്ലിലൂടെ, നമ്മുടെ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട നട്ടെല്ലിലൂടെ, നട്ടെല്ലെന്ന് പറയുമ്പോൾ വിവിധ കശേരുക്കൾ ചേർത്ത് വെച്ചാണ് നട്ടെല്ലിനെ നിർമ്മിച്ചിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ വിവിധ കശേരുക്കൾ ചേർത്ത് വെച്ചാണ് നട്ടെല്ലിനെ നിർമ്മിച്ചിരിക്കുന്നത്. 8 എന്ന് എഴുതിയിട്ട് പുറത്ത് ഇങ്ങനെ അടുക്കി വെച്ചാൽ എങ്ങനെയിരിക്കും? അതുപോലെയാണ് മനുഷ്യ ശരീരത്തിൽ നട്ടെല്ല് നിലകൊള്ളുന്നത്. ആ 8ന്റെ 2 ദ്വാരത്തിലൂടെയും നമുക്ക് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിവിടാം. ഇതുപോലെ ഈ നട്ടെല്ലിൽ 2 ദ്വാരങ്ങളുണ്ട് അകത്ത്. അതിലൂടെയാണ് ഇടയും പിങ്കളയും എന്ന് പറയുന്ന സുഷുമ്നാ നാഡികൾ പ്രവർത്തിക്കുന്നത്. അതിലൂടെയാണ് ഈ ആധാര ചക്രങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. ആചാരകർമ്മങ്ങൾ ആധാരമാക്കിക്കൊണ്ട് ജീവിതം ചെയ്യുമ്പോൾ ആധാര ചക്രങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചുകൊള്ളും. അതിന്റെ പ്രതീകമായിട്ടാണ് 2 കയറിലൂടെ നമ്മൾ ആദർശക്കൊടി ഉയർത്തുന്നത്. ഒന്നിലൂടെ കയറ്റിവിടുന്നു, ഒന്നിലൂടെ ഇറക്കിക്കൊണ്ടുവരുന്നു. ഇതുപോലെ കയറുകയും ഇറങ്ങുകയും ചെയ്യണം. അങ്ങനെ കയറുകയും ഇറങ്ങുകയും ചെയ്യുവാൻ പരിശീലിച്ചു കഴിയുമ്പോൾ നിത്യാനന്ദാവസ്ഥയെ പ്രാപിക്കുവാനുള്ള പ്രാപ്തി ആത്മാക്കളിൽ കൈവരുകയാണ്. അപ്പോൾ ആചാര കർമ്മങ്ങൾ ഒരു കാരണവശാലും ആരും ഉപേക്ഷിക്കാൻ പാടില്ല. എല്ലാം ലളിതമാണെന്ന് ലാഘവബുദ്ധിയോടുകൂടി കാണാൻ പാടില്ല. പല സംസ്കാരങ്ങളിൽ അല്ലെങ്കിൽ സമ്പ്രദായങ്ങളിൽ വിവിധ വിധത്തിലുള്ള ആചാരക്രമങ്ങൾ രൂപീകരിച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം കണ്ടിട്ട് ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമൊന്നും അല്ലല്ലോ, ഇത് രാവിലെ വൈകിട്ട് ഒന്ന് വിളക്ക് കത്തിക്കുന്നത് എന്തോ ഇത്ര വലിയ കാര്യം? വെള്ളി ശനി ഞായർ വ്രതം എടുക്കണം, ഇത്ര വലിയ കാര്യമല്ലോ ആണോ? അങ്ങനെ ലാഘവ ബുദ്ധിയോടുകൂടി ചിന്തിച്ചാൽ ഇതിനൊന്നും വില ഉണ്ടാവുകയില്ല. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. സമ്പൂർണ്ണ മോക്ഷത്തെ പ്രദാനം ചെയ്യുവാൻ വന്ന സർവശക്തി, സർവശക്തി പ്രത്യക്ഷമായി വന്നതായ സമയത്ത് സർവശക്തി പാസാക്കിയ നിയമമിതു മുടക്കരുതേ. കാണരുത്. മഹാഗോപുര നിർമ്മാണം ആരംഭിച്ച ആദ്യ സമയത്ത് ആത്മദീപത്തോട് ഞാൻ പറഞ്ഞു, ചെറുതിൽ ചെറുതും നമുക്ക് വലുതാണ്. അങ്ങനെ പറയാൻ കാരണം പല കാര്യങ്ങളും ഇങ്ങനെ സൂക്ഷ്മാവസ്ഥയിൽ കണ്ടിട്ട് വന്ന് സംശയം ചോദിക്കുമ്പോ വലിയ വലിയ കാര്യങ്ങളൊക്കെ പകർത്തിയെടുത്ത് ചിത്രങ്ങളാക്കി വെക്കും. എന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പലപ്പോഴും അങ്ങ് വിട്ടുകളയും. വിട്ടുകളയാന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം കളയുന്നതല്ല, വലുതിനാണല്ലോ എപ്പോഴും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഇത് ഹൃദയത്തിലേക്ക് കണ്ടു എന്നും ഇത് പകർത്തുന്നു എന്നും ഒക്കെ പറയുമ്പോ സിനിമ കാണുന്നത് പോലെ കാണുന്നതല്ല. പലരും ഇവിടെ വന്ന് പല കാര്യങ്ങളും കഥകളും സിനിമകളും ഒക്കെ എന്നോട് പറയാറുണ്ട്. ഞാനിതൊക്കെ കേട്ട് സന്തോഷം ഭാവിക്കാറുണ്ട്. കാരണം ഓരോരുത്തരും അവരവരുടെ അറിവിൽ നിന്നുകൊണ്ടാണല്ലോ ഓരോന്നും പറയുന്നത്. ആ അറിവിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അവർക്കത് വലുതാണ്. അതുപോലെയല്ല, സിനിമ കാണുന്ന പോലെ കാണുന്നതല്ല. ഒരു സെക്കൻഡിന്റെ വളരെ ചെറിയൊരു അംശത്തിൽ ഹൃദയത്തിലേക്ക് ഒരു ഇടിമിന്നൽ പോലെ പ്രകാശിക്കുന്ന പ്രകാശം, അതിനെ തപസ്സോടുകൂടി ഇരുന്ന് ഓരോന്നിനെയായി ഉരുക്കഴിച്ചെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കർമ്മം.
ചുരുക്കഴിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കർമ്മം. അല്ലാതെ എവിടെ ഇരുന്നും കണ്ണു അടച്ചുകൊണ്ട് അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഉടനെ ഇങ്ങ് ഇറങ്ങി വരുന്ന ഭാഗമല്ല. കണ്ണടച്ചുകൊണ്ടിരുന്നാൽ ഇറങ്ങി വരുന്ന ഭാഗമല്ല. പലരുടെയും ചിന്ത അങ്ങനെയൊക്കെയാണ്. പലരുടെയും ചിന്ത അങ്ങനെയല്ല. ശക്തിയോ വെള്ളിടി പോലെ തിളങ്ങുന്നു. ശക്തിയോ വെള്ളടി പോലെ ആ മഹാശക്തി, ആ മഹാചൈതന്യത്തെ ഒരു സെക്കൻഡിൽ ഇങ്ങനെ കൊടുക്കുമ്പോ ആ മഹാശക്തി, ആ മഹാചൈതന്യത്തെ ഒരു സെക്കൻഡ് അത് ഹൃദയത്തിൽ സൂക്ഷിക്കാനുള്ള കരുത്തുണ്ടാകുന്നതാണ് ഹൃദയത്തിന്റെ ബലം അല്ലെങ്കിൽ ജന്മാന്തര സുഹൃതം എന്നൊക്കെ പറയുന്നത്. സൂക്ഷിക്കുവാനുള്ള ബലം ഹൃദയത്തിൽ ഉണ്ടാകുന്നതാണ് ഹൃദയത്തിന്റെ ബലം അല്ലെങ്കിൽ ജന്മാന്തര. അങ്ങനെ ഓരോന്നോരോന്നായി എടുത്ത് രൂപീകരിച്ചുകൊണ്ട് വരുമ്പോ അങ്ങനെ ഓരോന്നോരോന്നായി എടുത്ത് രൂപീകരിച്ചു ചില സ്ഥാനങ്ങളിൽ ചില സാധനങ്ങൾ ഇല്ലാതെ വരും. ചില സ്ഥാനങ്ങളിൽ ചില സാധനങ്ങൾ ഇല്ലാതെ വരും. ഒരു കുറവ് പോലെ തോന്നിക്കും. ഒരു കുറവ് പോലെ തോന്നും. അപ്പോ ശില്പികൾ വന്ന് ഇന്ന ഭാഗത്ത് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോ അവിടെ ആ ഭാഗം വരച്ചിട്ടില്ല. ശില്പികൾ വന്ന് ഇവിടെ ഇന്നടത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആ ഭാഗം വരച്ചിട്ടില്ല. അപ്പോഴാണ് ചിന്തിക്കുന്നത്, അയ്യോ അത് ഞാൻ കണ്ടതായിരുന്നല്ലോ, അത് വരച്ചില്ലല്ലോ. അപ്പോഴാണ് ചിന്തിക്കുന്നത്, അയ്യോ ഞാനത് കണ്ടതായിരുന്നല്ലോ, അത് വരച്ചില്ലല്ലോ. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് പറഞ്ഞത് ചെറുതിൽ ചെറുതും നമുക്ക് വലുതാണ്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് കൽപ്പിച്ചത് ചെറുതിൽ ചെറുതും നമുക്ക് വലുതാണ്. നമുക്ക് ആത്മബോധോദയ സംഘാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നിമിഷം അല്ല അരനിമിഷം പോലും കളയുവാനില്ല. അരനിമിഷം ബെത കളയരുതാരും എന്ന് പുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അരുതരുതേ കളയരുതേ സമയമൊട്ടും കളയരുതേ. അരുതരുതേ കളയരുതേ സമയമൊട്ടും കളയരുതേ. അരുതരുതേ കളയരുതേ സമയമൊട്ടും കളയരുതേ. സർവശക്തി സർവനേരം നിന്നെ വീക്ഷിച്ചിടുന്നു. ഓ സർവശക്തി സർവനേരം നിന്നെ വീക്ഷിച്ചിടുന്നു. ഓ ആത്മാവിന്റെ പൂർണ്ണതയ്ക്കായി അനുവദിച്ച സമയത്തെ ആത്മാവിന്റെ പൂർണ്ണതയ്ക്കായി അനുവദിച്ച സമയത്തെ അരനിമിഷം കളയരുതേ സൂക്ഷിക്കണേ സോദരാ. ആത്മാവിന്റെ പൂർണ്ണതയ്ക്കായി അനുവദിച്ച സമയത്തെ അരനിമിഷം കളയരുതേ സൂക്ഷിക്കണേ സോദരാ. ഓ സൃഷ്ടിയായി സ്ഥിതിയായി സംഹാരമായി വാഴുന്ന സൃഷ്ടിയായി സ്ഥിതിയായി സംഹാരമായി വാഴുന്ന സർവശക്തി സർവനേരം നിന്നെ വീക്ഷിച്ചിടുന്നു. ഓ സൃഷ്ടിയായി സ്ഥിതിയായി സംഹാരമായി വാഴുന്ന സർവശക്തി സർവനേരം നിന്നെ വീക്ഷിച്ചിടുന്നു. സൃഷ്ടി ചെയ്തിടേണ്ട നേരം സൃഷ്ടി തന്നെ നടക്കണമോ. സൃഷ്ടി ചെയ്തിടേണ്ട നേരം സൃഷ്ടി തന്നെ നടക്കണമോ. സൃഷ്ടി ചെയ്തിടേണ്ട നേരം സൃഷ്ടി തന്നെ നടക്കണോ. സ്ഥിതിയായിരിക്കേണ്ടപ്പോൾ സ്ഥിതി തന്നെ നടക്കണം. ഓ സ്ഥിതിയായിരിക്കേണ്ടപ്പോൾ സ്ഥിതി തന്നെ നടക്കണം. ഓ സംഹാരമായി തീർന്നിടേണ്ട സമയം അത് വന്നിടുമ്പോൾ സംഹാരമായി തീർന്നിടേണ്ട സമയം അത് വന്നിടുമ്പോൾ ഓ സംഹാരമായി തീർന്നിടേണ്ട സമയം അത് വന്നിടുമ്പോൾ ഓ സംഹാരമായി തീർന്നിടേണ്ട സമയം അത് വന്നിടുമ്പോൾ സമ്പൂർണമായി ദൈവരൂപം പ്രാപിക്കണം ആത്മാവേ.
വന്നിടുമ്പോൾ സമ്പൂർണമായി ദൈവരൂപം പ്രാപിക്കണം ആത്മാവേ. കളയരുതേ കളയരുതേ സമയമൊട്ടും കളയരുതേ. കളയരുതേ കളയരുതേ സമയമൊട്ടും കളയരുതേ. കളയരുതേ കളയരുതേ സമയമൊട്ടും കളയരുതേ. സംഹാരത്തിൻ കാലമിതാ ആഗതമായി സോദരരെ. കളയരുതേ കളയരുതേ സമയമൊട്ടും കളയരുതേ. സംഹാരത്തിൻ കാലമിതാ ആഗതമായി സോദരരെ. സംഹാരത്തിൻ കാലമിതാ ആഗതമായി സോദരരെ. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ചില അപൂർവം കുഞ്ഞുങ്ങളെ പോലെയാണ്. ദിവസവും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വൈകുന്നേരം വീട്ടിൽ വന്നിരുന്ന് വീണ്ടും ഒന്നുകൂടി പഠിച്ചുറയ്ക്കണം എന്ന് അധ്യാപകർ നിർദ്ദേശിക്കും. പക്ഷേ വീട്ടിൽ വന്നു കഴിയുമ്പോൾ വലിയ ആലസ്യവും വലിയ ബുദ്ധിമുട്ടും, പിന്നെ കൂട്ടുകാരുടെ അടുത്തൊന്ന് പോകണം, ഇച്ചിരി നേരം TV കാണണം, പിന്നെ മൊബൈൽ ഒന്ന് കാണണം എന്ന് വേണം, ഇച്ചിരി വഴക്ക് കൂടണം. ഇതൊക്കെയാണ് ജോലി. പഠിക്കുന്ന കാര്യത്തിൽ യാതൊരു ശ്രദ്ധയില്ല. യാതൊരു ശ്രദ്ധയില്ല. അപ്പൊ എന്നിട്ട് പിറ്റേ ദിവസം ഒന്ന് എടുത്തു നോക്കാം, ഇതെല്ലാം എന്തായാലും പഠിപ്പിച്ച് എനിക്ക് അറിയാവുന്ന കാര്യമല്ലയോ. പിറ്റേന്ന് വരും അടുത്ത ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വർദ്ധിച്ച് 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 ഏതാണ്ട് 10-100 ദിവസത്തോളം ക്ലാസ്സുകൾ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അവസാനം പ്രധാന പരീക്ഷ വരുമ്പോ അയ്യോ ആകപ്പാടൊരു വെപ്രാളമാണ്. നാളെ പരീക്ഷ തുടങ്ങും. ഓരോരുത്തര് ഫോണിൽ വിളിക്കുന്നു, നേരിട്ട് വന്ന് പറയുന്നു, നെയ്വിളക്ക് സമർപ്പിക്കുന്നു, പേന 10 കൊണ്ട് പൂജിക്കുന്നു എന്ന് വേണ്ട എന്തെല്ലാം വെപ്രാളമാണ്. എന്തെങ്കിലും കാര്യമുണ്ടോ? 2 കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ചിലപ്പോ വരും, മൂത്തത് ഇളയതും. അപ്പൊ 10ാം ക്ലാസ്സിലൊന്നും 5ാം ക്ലാസ്സിലൊന്നും. അപ്പൊ ഞാൻ പറയും, ഈ പേന പൂജിച്ച് ഞാൻ ഇവളുടെ കൈ കൊടുത്താൽ ഇവൾ കൊണ്ടുപോയി പരീക്ഷ എഴുതുവോ? അപ്പൊ അവര് 10ാം ക്ലാസ്സുകാർ പറയില്ല, എഴുതത്തില്ല. അതെന്താ കാര്യം? അവൾ ഈ പുസ്തകം പഠിച്ചിട്ടില്ല, അവൾ 5ാം ക്ലാസ്സിലെ പുസ്തകമാണ് പഠിക്കുന്നത്. അപ്പൊ പേന പൂജിച്ചത് കൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റുമോ? പറ്റുകയില്ല. പഠിക്കേണ്ടതുപോലെ പഠിച്ച് ഓർമ്മിക്കേണ്ടതുപോലെ ഓർമ്മിച്ചെങ്കിലേ പരീക്ഷ എഴുതാൻ പറ്റുകയുള്ളൂ. പിന്നെ ഈ പൂജ എന്തിനാണ്? അത് ദൈവകാരുണ്യം നിന്നിൽ കൂടുതൽ സിദ്ധിക്കുന്നതിന് വേണ്ടിയാണ്. നീ പഠിച്ചു വെച്ച കാര്യങ്ങൾ മറന്നു പോകാതിരിക്കണം. അനുവദിച്ച സമയത്തിനുള്ളിൽ ഇത് എഴുതി തീർക്കാൻ കഴിയണം. അതിന് ഭഗവാന്റെ കാരുണ്യമില്ലെങ്കിൽ പറ്റുകയില്ല. നല്ലതുപോലെ അറിയാവുന്ന ആള് ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞപ്പോ പെട്ടെന്ന് അങ്ങ് മറന്നുപോയി. എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റുകയില്ല. അപ്പൊ നീ ചെയ്ത കർമ്മത്തിന്റെ ഫലം നിനക്ക് അനുഭവിക്കാൻ കഴിയാതെ പോയി. അങ്ങനെ വരാതിരിക്കാൻ എന്ത് വേണം? ആ മഹാകാരുണ്യം വേണം. അതിനാണ് ഈ പൂജയും പ്രാർത്ഥനയും നെയ്വിളക്ക് സമർപ്പണവും ഒക്കെ. അല്ലാതെ ഇത് സിദ്ധിക്കുമായിരുന്നെങ്കിൽ ഈ പുസ്തകമൊക്കെ വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ കൊണ്ടുവന്ന് ഇതെല്ലാം കൂടെ വെച്ച് പൂജിച്ച് എടുത്തോണ്ട് പോയി അവിടെ ചെന്ന് കണ്ണുടച്ചങ്ങ് എഴുതിയാ പോരായിരുന്നു. ഇത് ശുഭാനന്ദ ഗുരുദേവൻ പൂജിച്ച പേനയെ, അതുകൊണ്ട് എനിക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. അങ്ങനെ ഒരവസ്ഥയില്ല. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പലതും പകർന്ന് പ്രകാശിപ്പിക്കാറുണ്ട്. അതുതന്നെയാണ് ഓരോ ശരീരവാഴ്ചയിലും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും അതാണ് നിങ്ങൾ അനുഭവിക്കുന്നത്, സമ്മതിക്കുന്നതെന്ന് കൈയടിച്ചു കേട്ടാക്കോ. അത് സത്യമാണ്. അത് ആത്മലോകരക്ഷാർത്ഥം അവതരിച്ച ജഗദീശ്വരന്റെ കർത്തവ്യമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ലോകത്തിൽ നിന്ന് അക്ഷരജ്ഞാനങ്ങളെ പഠിക്കുന്നവർ അത് വേണ്ട വിധത്തിൽ പഠിച്ച് അതിന് വേണ്ടുന്ന പരിശീലനങ്ങളൊക്കെ നേടി അതിനെ ബുദ്ധിയിൽ സൂക്ഷിച്ച് അതിന് വേണ്ടപ്പോൾ അത് ഉപയോഗിച്ച് സ്വന്തം കർത്തവ്യം പൂർത്തിയാക്കി കൊള്ളണം. അതുപോലെ ഈ ലോകത്തിൽ ജന്മമെടുത്തിരിക്കുന്ന മനുഷ്യാത്മാക്കൾ ഗുരു വന്ന ഓരോ കാര്യങ്ങൾ
കാര്യങ്ങൾ അറിയിക്കുമ്പോ ഗുരുനാഥൻ വന്ന് ഓരോ കാര്യങ്ങൾ അറിയിക്കുമ്പോൾ ഈ വെള്ളിയാഴ്ചയും വേണ്ട പോലെ എടുക്കാൻ പറ്റില്ല, അടുത്ത ആഴ്ച എടുക്കാം. ഈ വെള്ളിയാഴ്ച വേണ്ടവർ എടുക്കാൻ പറ്റിയില്ല, അടുത്ത ആഴ്ച എടുക്കാം. കഴിഞ്ഞ ആഴ്ച വ്രതം എടുത്തുകൊണ്ടിരുന്നപ്പോ ഒരാളുമായിട്ട് ചെറിയ വഴക്കുണ്ടായി. കഴിഞ്ഞ ആഴ്ച വ്രതം എടുത്തുകൊണ്ടിരുന്ന ഒരാളുമായിട്ട് ചെറിയ വഴക്കുണ്ടായി. അടുത്ത ആഴ്ച കാര്യമായിട്ട് അങ്ങ് എടുക്കാം. അടുത്ത ആഴ്ച കാര്യമായിട്ട് അങ്ങനെ എടുക്കാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അതിനേക്കാൾ മുട്ടം വഴക്ക്. അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അതിനേക്കാൾ മുട്ടം വഴക്ക്. അപ്പൊ വിചാരിച്ചെന്ന അടുത്ത ആഴ്ച ആവട്ടെ. അപ്പോൾ വിചാരിച്ചെന്ന ഇങ്ങനെ തള്ളി 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 ആഴ്ചകൾ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇത് വല്ലതും തിരികെ കിട്ടുവോ? ഇങ്ങനെ തള്ളി തള്ളി ആഴ്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതുവെല്ലാം തിരികെ കിട്ടുമോ? ഈ രണ്ടാമത്തെ ആഴ്ചയോ ഒന്നാമത്തെ ആഴ്ചയോ ഏതെങ്കിലും വിധത്തിൽ തിരികെ കിട്ടുവോ? ഈ രണ്ടാമത്തെ ആഴ്ചയോ ഒന്നാമത്തെ ആഴ്ചയോ ഏതെങ്കിലും വിധത്തിൽ തിരികെ കിട്ടുമോ? ഈ കളഞ്ഞുപോയ അല്ലെങ്കിൽ കടന്നുപോയ സമയങ്ങൾ ഏതെങ്കിലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നതാണോ? കടന്നുപോയ സമയങ്ങൾ ഏതെങ്കിലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നതാണോ? ഒരിക്കലുമല്ല. സൃഷ്ടി സ്ഥിതി സംഹാരം നിങ്ങളിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ശാസ്ത്രലോകം അത് തെളിയിച്ചിട്ടുണ്ട്. നമ്മളിൽ വസിക്കുന്ന അനേക കോടി ജീവാംശങ്ങൾ, കോശങ്ങൾ, ചെറിയ ചെറിയ സൂക്ഷ്മജീവികൾ, ഇതെല്ലാം ജനിക്കുകയും വളരുകയും നശിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിന് ആധാരമായി നിൽക്കുന്നത് നിന്റെ ശരീരമാണ്. ആ ശരീരം പ്രവർത്തിക്കുന്നത് ആത്മാവിൽ അധിവസിച്ചിരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ആത്മാവിന്റെ ഉടമസ്ഥൻ വന്ന് അറിയിക്കുന്ന അറിവ് ആത്മാവിന്റെ മേൽഗതിക്കും ആ സമ്പൂർണ്ണ മോക്ഷത്തിനുമുള്ള വഴിയാണെന്ന് നീ തിരിച്ചറിയണം. അതിനെ തിരിച്ചറിഞ്ഞ് ഉന്നതമായ സത്യജീവിതം നയിക്കുമ്പോൾ ആത്മചൈതന്യം വർദ്ധിക്കുന്നു, ശരീരകലകളെ പുഷ്ടിപ്പെടുത്തുന്നു, കൂടുതൽ ഊർജ്ജസ്വലതയോടെ സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ പ്രാപ്തി ഉണ്ടാകുന്നു. സൽക്കർമ്മ ഫലം വർദ്ധിച്ച് ആത്മസ്വരൂപം തെളിയിക്കപ്പെടുന്നു. അങ്ങനെ ആത്മാവും പരമാത്മാവുമായി ഒന്നായി ചേർന്ന് ലോകത്തിൽ ആനന്ദിക്കുന്നു. അങ്ങനെ ഒന്നായി ചേരുവാനും ചേർക്കുവാനും ജഗദീശ്വരൻ അവതാരമായി വന്ന ദിനമാണ് പുണ്യപൂരം. ഓ എന്തെല്ലാം ത്യാഗകർമ്മങ്ങൾ, ഓ എന്തെല്ലാം പരിഹാസങ്ങൾ, എന്തെല്ലാം അക്രമങ്ങൾ. ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരെല്ലാം കൂടി ചിന്തിച്ചാലും മതിയാവുന്നതല്ല ത്യാഗകർമ്മങ്ങൾ. അത്രത്തോളം ത്യാഗം ഒരവതാര വാഴ്ചക്കാലത്തും സഹിച്ചിട്ടില്ലാത്ത മഹാത്യാഗമാണ് ശുഭാനന്ദാവതാരം സഹിച്ചുകൊണ്ടിരുന്നത്. ആ മഹാത്യാഗത്തിന്റെ ഫലമാണ് ഈ മഹാദർശം ഇന്നും ഈ ഭൂമിയിൽ നിലകൊള്ളുന്നത്. മുളച്ചു പൊങ്ങി വന്നപ്പോഴേ ചവിട്ടിത്തേക്കാൻ വന്ന അനേകരുണ്ട്. എന്നാൽ കരുത്തോടുകൂടി ഇത് വളർന്നുയർന്നു. അങ്ങനെ വളർന്നുയർന്നിതാ പടർന്നു പന്തലിച്ച് നിലകൊള്ളുകയാണ്. ഇതിന്റെ തണലിൽ അനേക കോടികൾക്ക് ആശ്വസിക്കുവാനുള്ള ഇടമുണ്ട്. ഇതിൽ ഭാഗവാക്കുകളായാൽ ആനന്ദിക്കാൻ അവസരമുണ്ട്. അതുകൊണ്ട് ഒത്തുചേരാം, നമുക്കൊത്തുചേരാം ആത്മബോധോദയ സംഘത്താലേ. ഒത്തുചേരാം, നമുക്കൊത്തുചേരാം ആത്മബോധോദയ സംഘത്താലേ. ജാതി മത ഭേദ ബുദ്ധിയെല്ലാം പാടെ ഒഴിച്ചങ്ങു ജീവിച്ചിടാം. ജാതി മത ഭേദ
വസിച്ചിടുന്നു താൻ. ആത്മബോധോദയ സംഘത്തെ സ്ഥാപിച്ചു ആത്മാക്കളിൽ വസിച്ചിടുന്നു താൻ. ഭേദമറ്റേക സ്വരൂപനല്ലോ ആത്മബോധോദയമായി വന്നു. ആരിലും ഭേദമില്ലാത്ത ദൈവം ആരെയും രക്ഷിക്കും ഏകദൈവം. ഓ ആരിലും ഭേദമില്ലാത്ത ദൈവം ആരെയും രക്ഷിക്കും ഏകദൈവം. ഓ ആരിലും ഭേദമില്ലാത്ത ദൈവം ആരെയും രക്ഷിക്കും ഏകദൈവം. ആരിലും ആനന്ദം ദാനം ചെയ്യുവാൻ മർത്യനായി വന്നിങ്ങു ആണിടുന്നു. ഓ ആരിലും ആനന്ദം ദാനം ചെയ്യുവാൻ മർത്യനായി വന്നിങ്ങു ആണിടുന്നു. ഓ വാഴ്ത്തി സ്തുതിക്കുക ആത്മാക്കളെ നന്ദിയോടെന്നും ജീവിച്ചിടുക. ആഴ്ത്തി സ്തുതിക്കുക ആത്മാക്കളെ നന്ദിയോടെന്നും ജീവിച്ചിടുക. വാഴ്ത്തി സ്തുതിക്കുക ആത്മാക്കളെ നന്ദിയോടെന്നും ജീവിച്ചിടുക. ഭേദബുദ്ധിയെല്ലാം മാറിയിടട്ടെ ആനന്ദം ആത്മാവിൽ കണ്ടിടട്ടെ. ഭേദബുദ്ധിയെല്ലാം മാറിയിടട്ടെ ആനന്ദം ആത്മാവിൽ കണ്ടിടട്ടെ. ഭേദബുദ്ധിയെല്ലാം മാറിയിടട്ടെ ആനന്ദം ആത്മാവിൽ കണ്ടിടട്ടെ. ഓ ഗുരുവിനോട് ഇണങ്ങി ജീവിതം ചെയ്യുന്നവർക്കെല്ലാം ആനന്ദം ലഭ്യമാകും. ഈ പരിഹാസവും ദുഷിയും എല്ലാം സഹിച്ചു മഹാശക്തി ഈ ദിവ്യ സ്ഥാപനം ഇവിടെ നിലനിർത്തിയിരിക്കുന്നത് നിങ്ങളിൽ ഓരോരുത്തരിലും ഈ ആനന്ദത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. ഇതുപോലെ ഒരു ആദർശം ഇഹപരലോകത്തിൽ വേറെ ഇല്ല. കാരണം എന്താണ്? സമ്പൂർണാവതാരം വന്ന് സ്ഥാപിച്ചതാണ് ആത്മബോധോദയ സംഘം. ആത്മബോധോദയ സംഘത്തിന് ഒറ്റ നായകനേ ഉള്ളൂ. അത് സ്ഥാപിച്ച സ്ഥാപകൻ തന്നെയാണ് എന്നും ഇതിന്റെ നായകൻ. മാറ്റമില്ലാത്തവൻ മരണമില്ലാത്തവൻ പരമഗുരു വരൻ വാണിടുന്നു. മാറ്റമില്ലാതുള്ള ജ്ഞാനങ്ങളെ കൊണ്ട് ആദർശമെന്നും പുലർത്തിടുന്നു. മാറ്റമില്ലാതുള്ള ജ്ഞാനങ്ങളെ കൊണ്ട് ആദർശമെന്നും പുലർത്തിടുന്നു.
ആഘോഷം എന്ന് പറയുമ്പോൾ അത് സർവ്വജീവരാശികളുടെയും ആഘോഷമാണ്. എന്തുകൊണ്ട്? സർവാത്മാക്കളെയും വീണ്ടെടുക്കാൻ വന്ന പരമാത്മാവാണ് ശുഭാനന്ദാവതാരം. പരമാത്മാവിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതല്ലാത്തതൊന്നും ഈ പ്രപഞ്ചത്തിൽ കാണുവാനോ കേൾക്കുവാനോ അറിയുവാനോ ഇല്ല. യാതൊരു കാര്യങ്ങളിൽ എടുക്കുവാനില്ല. അങ്ങനെയുള്ള ഈ ലോകത്തിൽ സമ്പൂർണാവതാരം വന്നു നിന്നുകൊണ്ട് ആത്മലോകത്തെ നരകത്തിൽ നിന്ന് വീണ്ടെടുത്ത് രക്ഷിച്ച് ഉന്നതമായ അവസ്ഥകളിലേക്ക് എത്തിക്കുമ്പോൾ ആ വീണ്ടെടുപ്പ് അനുഭവിക്കുന്നവരുടെ എല്ലാം ജന്മദിനം പൂരം നക്ഷത്രമാണ്. എന്തുകൊണ്ട്? വീണ്ടെടുത്ത ദൈവം ജ്ഞാനപ്രകാശമായ ആത്മാവിൽ വസിക്കുകയാണ്. നിന്നിൽ നിന്ന് നരകമൊഴിവായ ദിനമാണ് പൂരം നക്ഷത്രം. ഈ ജ്ഞാനപ്രകാശം നിന്നിലേക്ക് അങ്കുരിച്ചപ്പോൾ നിനക്ക് പുനർജന്മം ലഭിച്ചിരിക്കുകയാണ്. എത്രയോ കോടി ജന്മമെടുത്താണ് നിങ്ങൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. ഏതെല്ലാം ഭൂമിയിൽ നിങ്ങൾ ജന്മമെടുത്തിട്ടുണ്ട്. ഏതെല്ലാം ചിന്തിക്കാൻ പോലും കഴിയാത്ത സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ ജന്മമെടുത്തിട്ടുണ്ട്. പല രൂപങ്ങളിലും പല ഭാവങ്ങളിലും പല വികൃത രൂപങ്ങളിലും ഒക്കെ നിങ്ങൾ ജന്മമെടുത്തിട്ടുണ്ട്. അതെല്ലാം കടന്ന് ഇപ്രകാരം ഈ ഭൂമിയിൽ വന്ന് അവതാര തിരുരൂപത്തെ കാണുവാൻ തക്ക വിധത്തിലുള്ള മനുഷ്യജന്മത്തെ അനുവദിച്ച് ലഭിച്ചപ്പോൾ ദൈവത്തിന്റെ കാരുണ്യം ജ്ഞാനാഭിഷേകം നടത്തപ്പെട്ടിരിക്കുന്നു. അവിടെ വെച്ചാണ് നിങ്ങൾക്ക് വീണ്ടും പുനർജന്മം ലഭിച്ചിരിക്കുന്നത്. ഇതുവരെ ഉള്ള ജന്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായി ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ജന്മമാണ് എന്ന് പരിപൂർണമായി സമ്മതിക്കുന്നവരൊന്ന് കൈയടിച്ചു കേട്ടാൽ. ബഹുജന്മാർജിതമായി വന്ന പുണ്യപാപങ്ങളുടെ ഫലമെടുക്കുന്ന ഈ സമയത്ത് സർവപാപങ്ങളും കഴുകിക്കളയുവാനുള്ള ജന്മാന്തര ജ്ഞാനത്തെ നിന്റെ ആത്മാവിലേക്ക് ദാനം ചെയ്ത ജന്മപാപം കർമ്മദോഷം ജീവനാശം തീർത്തു തന്ന ഉടമസ്ഥനാകുമെന്റെ ശുഭാനന്ദമേ ജന്മിയാകും ഗുരുവിന്റെ ജന്മദിനം ആഘോഷിപ്പാൻ ജന്മമെടുത്ത ആത്മലോകം ഒരുങ്ങിക്കൊള്ളുക. ജന്മപാപം കർമ്മദോഷം ജീവനാശം തീർത്തു തന്ന ഉടമസ്ഥനാകുമെന്റെ ശുഭാനന്ദമേ. ഓരോ ഹൃദയങ്ങളിലും പരിപൂർണമായി ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ, ഈ അറിവ് നിങ്ങളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജന്മദിനം ഏതാണ്? കുറച്ചു പറ. പൂരം പോലെ ജന്മങ്ങൾ ലോകത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ അറിവിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഏറ്റവും കൂടുതൽ ജന്മം ഉണ്ടായിരിക്കുന്ന ഏത് നക്ഷത്രത്തിലായിരിക്കും? ഏത് നക്ഷത്രത്തിലായിരിക്കും? കുറച്ചു പറ. പൂരം പോലെ ഒരു പുണ്യദിനമോ, പൂരം പോലെ ഒരു പുണ്യദിനമോ, ഈരേഴു ലോകത്തിനില്ല സത്യം.
ഇന്ന് ലോകത്തിൽ വീണ്ടും ജന്മമെടുക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് ലോകത്തിൽ വീണ്ടും ജന്മമെടുക്കുവാൻ ആഗ്രഹിച്ചു എന്തിനു വേണ്ടി? പൂരം നക്ഷത്രത്തെ കാണുവാൻ വേണ്ടി, സമ്പൂർണ്ണാവതാരം കാണുവാൻ വേണ്ടി. അപ്പൊ അവരെല്ലാം ആഗ്രഹിക്കുന്ന ഏത് നക്ഷത്രത്തിൽ ജന്മമെടുക്കാനായിരിക്കും? പൂരം പോലെ ഒരു പുണ്യദിനമോ, ലോകത്തിലില്ല സത്യം. അതുകൊണ്ട് നമുക്കങ്ങൊത്തൊരുമിച്ച് പൂരത്തെ ആഘോഷിക്കാം. നമുക്കങ്ങൊത്തൊരുമിച്ച് നമുക്കങ്ങൊത്തൊരുമിച്ച് പുണ്യവാനായ ദൈവം അവതാരമായ ദിനം. 119ാമത് പൂരാടൻ ജന്മനക്ഷത്ര മഹോത്സവം നടന്ന സമയത്ത് മിക്കവാറും ഹൃദയങ്ങളെല്ലാം കുറിച്ചു ഇപ്രാവശ്യത്തെ പൂരം ഗംഗേമമായിരിക്കും. അല്ലേ? അങ്ങനെ തോന്നിയ എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ? കാരണം അത്ര മഹനീയമായിട്ടാണ് പൂരാടം നടത്തപ്പെട്ടത്. പൂരാടം എപ്പോഴും പൂരത്തെ ആടിക്കുവാനുള്ളതാണ്. ആടുക എന്ന് പറഞ്ഞാൽ ആഘോഷിക്കുക എന്നാണ്. അങ്ങനെ പൂരത്തെ ആടിക്കുന്ന പൂരാടം വിളംബരമായി ലോകരംഗത്ത് ഈശ്വരൻ പ്രത്യക്ഷമായി നടത്തി. അന്നു മുതൽ ഇങ്ങോട്ട് ഓരോ ദിനങ്ങളിലും പലവിധ വിശേഷങ്ങളും ഒരുക്കങ്ങളുമായി ഇതാ ഇന്ന് ഒന്നാം ഉത്സവത്തിൽ എത്തി നിൽക്കുകയാണ്. തിരുവുത്സവം ഇന്ന് ഒന്നാം ഉത്സവമാണ്. ഇന്ന് അനേകം ശാഖകളിൽ നിന്ന് സന്താനങ്ങൾ ജന്മനക്ഷത്ര സ്തുതിയിൽ പങ്കെടുക്കുവാൻ എത്തിയിട്ടുണ്ട്. ആദർശ കൊടിയേറ്റ് കണ്ടിട്ട് മടങ്ങിപ്പോകാൻ വന്നവരുമുണ്ട്. എല്ലാവരും കൂടി ചേർന്നാണ് ഇന്നത്തെ ഈ ഉത്സവം ആഘോഷിക്കുന്നത്. ഒരുമിച്ച് ഒത്തൊരുമിച്ച് നമുക്ക് അങ്ങത്തൊരുമിച്ച് പൂരത്തെ ആഘോഷിക്കാം. നമുക്ക് പുണ്യവാനായ ദൈവമോ അവതാരമായ ദിനമോ നീ വരുന്ന ദിനങ്ങളിൽ 2, 3, 4, 5, 6, 7, 8, 9, 10 ഇങ്ങനെ വരുമ്പോഴത്തേക്കും വിദൂരങ്ങളിൽ നിന്നാണ് കൂടുതൽ ആളുകൾ എത്താൻ പോകുന്നത്. ആദ്യ സമയം ഏറ്റവും ദൂരം കുറഞ്ഞ ആളുകളെയാണ് വെച്ചിരിക്കുന്നത്. കാരണം അവർക്ക് ഇതിൽ വന്ന് പങ്കെടുക്കണം. 9-നും 10-നും വീണ്ടും വരണം. ഇനി ഇടസമയത്ത് ഒന്ന് വരണമെന്ന് തോന്നിയാൽ അതിനും വരണം. അതുപോലെ സെമിനാർ നടക്കുന്നപ്പോ അത് കേൾക്കാൻ വരണം. ഇങ്ങനെയൊക്കെ ഓരോ അറിവിൽ നിന്ന് പ്രവർത്തിക്കുന്നവർക്കുള്ള സമയവും സന്ദർഭവും ലഭിക്കുന്നതിന് വേണ്ടി സമയവും ലഭിക്കുന്നത് എല്ലാം ക്രമീകരിച്ചാണ് ജന്മനക്ഷത്ര സ്തുതി നടത്തുന്നത്. വിരുദ്ധമായി ചിന്തിക്കുന്നവർക്ക് ഞങ്ങൾക്ക് 5ാം ഉത്സവത്തിന് കിട്ടിയായിരുന്നെങ്കിൽ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. 2-ന് കിട്ടിയിരുന്നതിന് കുറച്ചുകൂടി സൗകര്യം ഉണ്ടായിരുന്നു. അപ്പൊ അടുത്ത പ്രാവശ്യം 2-ന് വെച്ചാൽ പറയും ഞങ്ങൾക്ക് 8ആയിരുന്നു സൗകര്യം. ഇപ്പൊ അടുത്ത പ്രാവശ്യം 8 വെച്ചാൽ പറയും ഞങ്ങൾക്ക് 1ആയിരുന്നു സൗകര്യം. ഈ പരാതിയും പരിഭവവും ചില വിരുദ്ധ ചിന്താഗതിക്കാരിൽ മാറുകയില്ല. എന്റെ ദൈവം ക്രമീകരിച്ച കാര്യമേ നടക്കുന്നത്, അതിൽ പോയി പങ്കെടുത്ത് എനിക്കൊരു ദോഷവും വരികയില്ല തീരുമാനിച്ചവർ ഒന്ന് കൈയുയർത്തി കണ്ടാക്കണം. ആ തീരുമാനത്തോടുകൂടി ഇതിലെല്ലാം വന്ന് പങ്കെടുക്കുമ്പോ എല്ലാം ഈശ്വരൻ പ്രകൃതിയിൽ കൂടെ അങ്ങ് ഒരുക്കും. അത്ഭുതമായിട്ട് അങ്ങ് ഒരുക്കും. ആ ഒരുക്കം അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖം ലോകത്തിൽ ഒരിക്കലും ലഭിക്കാത്ത സുഖമാണ്. കാരണം സുഖസമ്പൂർണനാകുന്ന ദൈവമാണ് നിങ്ങളെ ഒരുക്കുന്നത്. കലിയുഗ അവതാരമാണ് നിങ്ങളെ ഒരുക്കി ഇവിടെ എത്തിക്കുന്നത്. അതുപോലെ ഒരുക്കാൻ കഴിവുള്ള ഒരു മേക്കപ്പന്മാരും ഈ ലോകത്തിലില്ല. ഒരു വ്യക്തികളുമില്ല, ഒരു ശക്തികളുമില്ല. ശക്തിക്കും
ശക്തിയായി വാഴും ഏകസ്വരൂപൻ, ശക്തിക്കും ശക്തിയായി വാഴും ഏകസ്വരൂപൻ. തന്നിലടങ്ങാത്ത ഒരു ശക്തിയുമില്ല, തന്നിലടങ്ങാത്ത ഒരു ശക്തിയുമില്ല. തന്നിൽ നിന്നല്ലാതെ ഒരു ശക്തിയുമില്ല, തന്നിൽ നിന്നല്ലാതെ ഒരു ശക്തിയുമില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മൾ ഇങ്ങനെ ഒരു രോഗാവസ്ഥകളും ഇല്ലാതെ ആരോഗ്യമായി ജീവിക്കുന്ന സമയത്ത്, ഒരു രോഗാവസ്ഥകളുമില്ലാതെ ആരോഗ്യമായി ജീവിക്കുന്ന പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തെക്കുറിച്ചോ മറ്റു ഉപകരണങ്ങളെക്കുറിച്ചോ ഒന്നും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാറില്ല. നമ്മുടെ ശരീരത്തെക്കുറിച്ചോ മറ്റു ഉപകരണങ്ങളെക്കുറിച്ചോ പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധിക്കാറില്ല. ഒന്നുമില്ല. ഒരു ദിവസം ഈ ചെറിയ വിരലിന് ഒരു ചെറിയ പരിക്ക് പറ്റി. ഒന്നുമില്ല, ഒരു ദിവസം ഈ ചെറിയ വിരലിന് ഒരു പരിക്ക് പറ്റി. കൈയുടെ ഒരു ചെറിയ വിരലല്ലേ, ഏറ്റവും അതിന് പേര് തന്നെ ചെറിയ വിരലെന്നാ. ചെറിയ വിരലെന്നാണ്. ആ ചെറിയ വിരലിന് ഒരു ചെറിയ പരിക്ക് പറ്റി. ആ ചെറിയ വിരലിന് ഒരു ചെറിയ പരിക്ക് പറ്റി. അപ്പോൾ ഒരു വെച്ചുകെട്ടുമൊക്കെ ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാം. വെച്ചുകെട്ടുമൊക്കെ ആയിട്ട് ഓരോ കാര്യങ്ങൾ ഓ, എങ്ങോട്ട് ചെന്നാലും അത് തന്നെ മുട്ടും. എങ്ങോട്ട് ചെന്നാലും അത് തന്നെ. എവിടോട്ട് പോയാലും ആരും അത് തന്നെ ചോദിക്കും. എവിടോട്ട് പോയാലും ആരും അത് തന്നെ എന്തോ പറ്റി, എന്തോ പറ്റി, എന്തോ പറ്റി, മറുപടി പറഞ്ഞു കുഴയും. മറുപടി അതിനേക്കാൾ ബുദ്ധിമുട്ട് നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും അതങ്ങ് തടസ്സമാണ്. അതിനേക്കാൾ ബുദ്ധിമുട്ട് നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും. ഇടാ, ഒരു ചെറിയ പരിക്ക് പറ്റിയ ഒരു ഉപകരണത്തിന് താൽക്കാലികമായ ഒരു വിശ്രമം കൊടുത്തപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ ചെറിയ പരിക്ക് പറ്റിയ ഒരു ഉപകരണത്തിന് താൽക്കാലികമായി വിശ്രമം കൊടുത്തപ്പോൾ ഓരോന്നിനെ കുറിച്ചും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതിനെക്കുറിച്ച് നമുക്ക് പനി വന്ന് പെട്ടെന്ന് തൊണ്ടയ്ക്കൊരു പിടുത്തം വന്നു. പനി വന്ന് പെട്ടെന്ന് തൊണ്ടയ്ക്കൊരു പിടുത്തം വന്നു. പനി വന്ന ഒച്ചയ്ക്കൊരു പ്രശ്നം, ഒരു കാര്യവുമില്ല. പെട്ടെന്നൊരു വൈറൽ ഫീവർ, പെട്ടെന്നൊരു വൈറൽ തൊണ്ടയ്ക്കൊരു പിടുത്തം. ഇപ്പം അറിയാവുന്ന ഒരു ഉപ്പുവെള്ളം കൊള്ള, ഉള്ളി ഇട്ട് തിന്ന്, ഇഞ്ചി കടിച്ചിറക്ക, ഉപ്പും കുരുമുളകും കൂടെ ഇറക്കുക, ഇങ്ങനെ ഓരോന്നും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ഇതെല്ലാം ചെയ്താലും ചിലപ്പോൾ ഇത് മാറിപ്പോകത്തില്ല. ആ കടന്നു കൂടിയാൽ പലതും ഒക്കെ നടത്തിയിട്ട് അവരിറങ്ങി പോകത്തുള്ളൂ. അവർക്കൊരു സമയമുണ്ട്. ആ സമയം കഴിയാതെ നമ്മൾ എന്തെല്ലാം ചെയ്താലും അവർ പോകത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഈ അനുവദിച്ചു തന്നിരിക്കുന്ന ഉപകരണങ്ങളിൽ എന്തെല്ലാം ശക്തികൾ ഓരോ സ്ഥലത്തും പ്രവർത്തിക്കുന്നു. ആ ശക്തികളെല്ലാം കൂടി ഏകോപിച്ചാണ് നമ്മുടെ ശരീരത്തെ മുഴുവനായി പ്രവർത്തിക്കുന്നത്. എന്തെങ്കിലും ഒന്നിന് മുടക്കം വന്നാൽ അത്രയും മുടക്കമാണ് അവിടെ. ഒന്ന് മുങ്ങിക്കുളിച്ചു ചെവി ഒന്ന് അടഞ്ഞു പോയി, സംസാരിക്കുന്നത് അതുപോലെ തിരിച്ചു കേൾക്കും. ആ ഒരു എക്കോ പോലെയാണ്. സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ട്. അതുപോലെ എന്തെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾക്ക് തന്നെ പലതും വന്നിട്ടുണ്ടല്ലോ. ഇതെല്ലാം ഈ സർവശക്തി ആത്മാവെന്ന നാമത്തിൽ നിന്നോടുകൂടി ഇരിക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം പ്രവർത്തിച്ചു പോകുന്നത്. ആ സർവശക്തിയുടെ രൂപമാണ് ആത്മാവെന്ന നാമത്തിൽ നിന്നോടുകൂടി വാഴുന്നത്. ഇത് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ ശക്തികളെല്ലാം നിന്നോടുകൂടി എന്ന് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ഓരോ ചെറിയ തന്തുക്കളിൽ പോലും ആ ശക്തിയാണ് വികിരണം ചെയ്തെന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ആരോഗ്യമുണ്ട്, എത്ര ബലമുണ്ട് എന്ന് പറഞ്ഞാലും ഉള്ളിൽ നിന്ന് ആ ശക്തി അങ്ങ് മാറിപ്പോയാൽ പിന്നെ ഒരു പ്രയോജനമില്ല. മാത്രവുമല്ല, മണിക്കൂറുകൾ കഴിയുമ്പോൾ ദ്രവിക്കാൻ തുടങ്ങും. അപ്പൊ അതിന്റെ നിലനിൽപ്പും അതിന്റെ ശക്തിയും അതിന്റെ വാഴ്ചയും എല്ലാം ഈ ശക്തി ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ടാണ്. ഇതുപോലെ ദൈവത്തിന്റെ ഓരോരോ ഉപകരണങ്ങളാണ് അനേക കോടി ജന്മങ്ങളായി ലോകത്തിൽ കാണപ്പെടുന്നത്. ഇതിനെല്ലാം പ്രവർത്തിപ്പിക്കുന്നത് ആ ഏകശക്തിയാണ്. അതാണ് പറഞ്ഞത്, തന്നിൽ നിന്നല്ലാതെ ഒരു ശക്തിയുമില്ല, തന്നിൽ നിന്നല്ലാതെ ഒരു ശക്തിയുമില്ല. ആ ശക്തിക്കു ശക്തിയായി വാഴും ഏകസ്വരൂപൻ, ശക്തിക്കു ശക്തിയായി വാഴും ഏകസ്വരൂപൻ. ഇതെല്ലാം അതിന്റെ ക്രമമനുസരിച്ച് നടന്നു പോകണമെങ്കിൽ ഒരാൾ വിചാരിച്ചാൽ മതി,
ഇതെല്ലാം അതിന്റെ ക്രമമനുസരിച്ച് നടന്നു പോകണമെങ്കിൽ ഒരാൾ സാക്ഷാൽ ജഗത്പിതാവ്. അതുകൊണ്ട് നമുക്ക് ആശ്രയിക്കാം. ജഗദീശ്വര അങ്ങേ കരുണ മാത്രം മതിയേ. ജഗദീശ്വര അങ്ങേ കരുണ മാത്രം മതിയേ. അഗതിയാവടിയനെ വീണ്ടെടുത്തു രക്ഷിപ്പാൻ. ഓ സർവകർമ്മങ്ങളും ഉന്നതമാകുവാൻ, സർവർക്കും അനുഗ്രഹം ലഭിക്കുവാൻ, സർവാനന്ദം അനുഭവമാകുവാൻ സർവശക്തി ഒരാൾ അനുഗ്രഹിച്ചാൽ മാത്രം മതി. ആ സർവശക്തിയുടെ തിരുമുമ്പാകെ നമുക്ക് സ്തുതിക്കാം. ഇപ്പോൾ മുതൽ നമ്മുടെ ജന്മനക്ഷത്ര സ്തുതി ആരംഭിക്കുകയാണ്. ആദർശക്കൊടി ഇറക്കുന്ന സമയം വരെയും ഗംഭീരമായി അനുഗ്രഹീതമായി ഈ സ്തുതി നടക്കട്ടെ. അതിനായി ഇതാ നിങ്ങളോടുകൂടി അനേക ും സൂക്ഷ്മ പ്രകാശമായി ഇവിടെ നിലകൊള്ളുന്നുണ്ട്. എന്റെ ദേവീദേവന്മാരും സപ്തർഷികൾ, ത്രിമൂർത്തികൾ, ബ്രഹ്മർഷികൾ എന്ന് വേണ്ട സർവ്വലോകത്തിലുമുള്ള പ്രതിനിധികൾ ഇവിടെ വന്ന് ഈ പൂരം ആഘോഷിക്കാൻ നിലകൊള്ളുന്നുണ്ട്. അവരെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുവാൻ ഞാനിത് അറിയിക്കുകയാണ്. എന്റെ മനുഷ്യജന്മങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുവാൻ ഞാനിത് അറിയിക്കുകയാണ്. ഈ പ്രകൃതി ആത്മലോകത്തിന് തുണയായി നിൽക്കുവാൻ ഞാനിത് അറിയിക്കുകയാണ്. എന്റെ സന്താനങ്ങൾ ലോകത്തിന്റെ ഏതെല്ലാം ഭാഗത്ത് നിന്ന് ഇവിടേക്ക് എത്തുവാൻ ആഗ്രഹിക്കുന്നു. ഒരു തടസ്സവും മുടക്കവും കൂടാതെ എല്ലാവരും ഇവിടെ എത്തിച്ചേരുവാൻ സർവപ്രകൃതികളും തുണയായിരിക്കട്ടെ. ഉന്നതമായ ഈ ദിനത്തിൽ വന്നുചേർന്ന നിങ്ങളെല്ലാം ഇത് ആളാം പ്രതി ദർശിക്കുകയാണ്. നേർച്ച കാഴ്ചകളെല്ലാം സ്വീകരിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ഓ ഉന്നതമായ ഉത്സവ കാര്യാദികൾ എല്ലാ ദിനവും ഒന്നിനൊന്നുപരിയായ നിലയിൽ നടത്തപ്പെടുവാനും മഹാഘോഷയാത്രയും പ്രകാശയാത്രയും എല്ലാ കർമ്മങ്ങളും ഉന്നതമായി നടത്തപ്പെടുവാനും അതിലെല്ലാം നിങ്ങൾക്ക് വന്നു ചേരുവാനുള്ള അവസരം ഉണ്ടാകുവാനും മഹാശക്തി അനുഗ്രഹിക്കട്ടെ. അഹങ്കാരമില്ലാതെ ആശ്രയിക്കുന്ന ആർക്കും ഈ സന്നിധാനത്തിൽ വരുവാനും ഇതിൽ പങ്കെടുക്കുവാനും കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അങ്ങനെ സർവരും വന്നു ചേരുവാൻ ഇടയാകട്ടെ. സർവർക്കും ആനന്ദം ലഭ്യമാകട്ടെ. ആനന്ദ ഗോപുരം പൂർത്തീകരിക്കപ്പെടുമാറാകട്ടെ. ഓ അത്ഭുത ഗോപുരം, ഓ വിളംബര ഗോപുരം, ആദർശ ഗോപുരം, ഹൃദയശാസ്ത്ര ഗോപുരം, ഓ അത്ഭുത പുരുഷന്റെ മഹാതപസ്സിന്റെ വിളംബര ഗോപുരം, നിത്യതപസാകുന്ന ആ ഉന്നത രൂപനാണ് ശുഭാനന്ദ ദിവ്യരൂപം. ആ ദിവ്യരൂപം ലോകത്തിൽ വന്ന് മർത്യജന്മങ്ങൾക്ക് മനസ്സിലാകത്തക്ക വിധം ഈ അറിവിനെ അവതരിപ്പിക്കുവാൻ വേണ്ടി അനുഷ്ഠിച്ച മഹാതപസ്സിന്റെ പൂർത്തീകരണത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മഹാഗോപുര നിർമ്മാണം ആരംഭിച്ചത്. അത് നിത്യതപസ്സിനെ അറിയിക്കുന്നതാണ്. അതുകൊണ്ട് അതും തപോ മണ്ഡപമാണ്. ആ പുണ്യപാദത്തിന്റെ വർണ്ണനകളായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന മഹാഗോപുരം അതിന്റെ എല്ലാ ചൈതന്യത്തോടും ശക്തി വിശേഷങ്ങളോടും കൂടി പൂർത്തീകരിക്കപ്പെടുവാൻ മഹാശക്തി അനുഗ്രഹിക്കട്ടെ. അതിനായി ഒരു ചൈതന്യ രൂപമാകുന്ന ഹൃദയത്തെ ആത്മദീപം എന്ന് നാമകരണം ചെയ്ത് മഹാശക്തി നിലനിർത്തിയിരിക്കുന്നു. ആയുരാരോഗ്യത്തോടുകൂടി നിലനിർത്തി ഉന്നതമായ കർമ്മങ്ങളിൽ നിയോഗിക്കുവാൻ മഹാശക്തിയുടെ കാരുണ്യം ഉണ്ടാകട്ടെ. പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇനിയും വരുവാനുള്ളവരെയും ഈ ആനന്ദത്തിൽ
ആനന്ദത്തിൽ ചേരുവാൻ ഭാഗ്യമുള്ളവരെ ഈ ആനന്ദത്തിൽ ചേരുവാൻ ഭാഗ്യമുള്ളവരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ പൂരം ജന്മനക്ഷത്രത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. ജന്മനക്ഷത്രത്തിലുള്ള ഒരുക്കങ്ങൾ നടക്കുക. എല്ലാ ഇടങ്ങളിലും ഈ ആനന്ദം എത്തത്തക്ക വിധം മഹാശക്തി നേരിട്ട് നിന്നെല്ലാം നടത്തട്ടെ. സർവ്വതും ആനന്ദമാകട്ടെ. സർവ്വതും ആനന്ദമാകട്ടെ.